ഞാൻ അപ്പം സഞ്ജയ് ഭായിനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ത്രൂ ആണ് പരിചയപ്പെടുന്നത്. അപ്പം എന്താ വെച്ചാൽ ഞാനിവിടെ ജയ്സൽമീർ വന്ന് ഞാൻ ആദ്യത്തെ ദിവസം എങ്ങനെയാ വെച്ചാൽ ഭയങ്കര കൺഫ്യൂസിങ് ആട്ടോ ഈ സ്ഥലം. എനിക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്നില്ല. ലൈക്ക് ഈ ഫോർട്ടിലൊക്കെ പോയി ഫുള്ള് സ്ഥലമൊന്നും പിടിയിട്ടുന്നില്ല. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് സഞ്ജയ് ഭായിനെ പറ്റി പണ്ടേ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്കെങ്ങനെയാ വെച്ചാല് ഇത്ര ഒരു നല്ല മനുഷ്യൻ ഇവിടെ ഉണ്ട്. ലൈക്ക് ആർക്കും എന്താ പറയാ ഒരു ഒന്നും കൊടുക്കാണ്ട് ലൈക്ക് ഇത്രയും ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമായിട്ടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മള് ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ടല്ലേ, ലൈക്ക് പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയിട്ടല്ലേ സാധാരണ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പക്ഷെങ്കില് സഞ്ജയ് ഭായ് അങ്ങനെയല്ല കേട്ടോ. ലൈക്ക് സഞ്ജയ് ഭായ് എങ്ങനെയാ വെച്ചാ ലൈക്ക് ഇവിടെ പെട്ടെന്ന് എന്നെ വിളിച്ചു, എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഒരു സ്ഥലത്ത് വരാൻ വേണ്ടി 2 മണിക്കൂർ. സഞ്ജയ് ഭായിക്ക് ഇന്നലെ ഒരു തിരക്കുണ്ടായിരുന്നു, ഒരു 2 മണിക്കൂർ എന്തോ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കില് സഞ്ജയ് ഭായ് എന്റെ അടുത്ത് വന്ന് 2 മണിക്കൂർ കൊണ്ട് മൊത്തം ജയ്സൽമീർ കാണിച്ച് എന്നെ ഒരു ബസ്സും കയറ്റി വിട്ട് ബസ്സിന്റെ അകത്ത് വേറൊരു സ്ഥലത്തേക്ക് ബസ് കയറ്റി വിട്ടിട്ട് ബസ്സിൽ പോകുന്നോണ്ട് ഭക്ഷണം മേടിക്കാൻ പറഞ്ഞ് ഞാൻ മേടിക്കാത്തോണ്ട് സഞ്ജയ് ഭായിന്റെ വീട്ടിൽ പോയി ഭക്ഷണം എടുത്തിട്ട് എനിക്ക് കൊണ്ടു തന്നു. അത്രയും നന്മനസ്സുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഇവർക്കിപ്പോ പ്ലാൻ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ വേറെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് സ്റ്റേയും പിന്നെ ഡ്യൂണിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഇവരെ മെയിൻ പരിപാടി. അപ്പോൾ ആരെല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സഞ്ജയ് ഭായിനെ വിളിക്കുക. സ്കാമാന്ന് തോന്നും, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ സ്കാമാന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെങ്കില് ചങ്ങായി അങ്ങനെയല്ല. ലൈക്ക് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും സഞ്ജയ് ഭായിനെ വിളിക്കണം.